തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ വൈ ഷിബു അരുതേ സൗഹൃദമാണ് ലഹരി എന്ന വിഷയത്തിൽ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ക്ലാസ് എടുക്കുന്നു. 15 വയസ്സുകാരനായ 2 മിടുക്കരായ കുട്ടികൾ ഒരിടത്തുണ്ടായിരുന്നു. അവരുടെ പേര് ടോം ജിമ്മു എന്ന. സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു പറമ്പയിൽ കുറച്ച് വെള്ളരിക്ക ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നത് ഈ ടോമും ജിമ്മും കണ്ടു. ആ വേലിയൊക്കെ ചാടിക്കടന്ന് കുറച്ചധികം കുക്കുംബർ പറിച്ച് അവരുടെ ബാഗിനകത്ത് ഇട്ടിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ടോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ജിമ്മിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ്റെ അമ്മ ടോമിൻ്റെ അമ്മ കണ്ടപ്പോൾ കൊള്ളാം, മെഡിക്കുന്ന എൻ്റെ മൂന്ന് എന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഈ കായ നല്ല നുറുക്കി പീസാക്കി നല്ല വെജിറ്റബിൾ സാലഡ് ആക്കിയിട്ട് ഉപ്പും മുളകും കുരുമുളകും പച്ചമുളകും ചുവന്നുള്ളിയൊക്കെ ഇട്ട് നല്ല വെജിറ്റബിൾ സാലഡ് ആക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ടോമിൻ്റെ അമ്മ ഇപ്പുറത്തിരുന്നു, ടോം അപ്പുറത്തിരുന്നു. രണ്ടുപേരും കൂടി ഇങ്ങനെ ഒത്തിരി കഴിക്കാൻ തുടങ്ങി. സന്തോഷത്തോടെ കഴിച്ച് അവർ കിടന്നുറങ്ങി. ജിമ്മിൻ്റെ അമ്മയ്ക്ക് കാര്യം പിടിയിട്ട് അവരെ മോൻ കട്ടിട്ട് വന്നൊക്കെയാണ്. ഈ ചെക്കനെ പഠിപ്പിച്ചേ പറ്റൂ. അവൻ കട്ടിട്ട് വന്നൊക്കെയാണ്, അവൻ മോഷ്ടിച്ചിട്ട് വന്നൊക്കെയാണ്. അവനെ പഠിപ്പിച്ചേ പറ്റൂ. എന്തെന്നറിയോ, ഈ അമ്മ ടോമിൻ്റെ അമ്മ ചെയ്ത പോലെ തന്നെ ഈ കായൊക്കെ നുറുക്കി പീസാക്കിയിട്ട് ഉപ്പും മുളകും പിന്നെ ചുവന്നുള്ളിയും പിന്നെ എന്താ പറയുക പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുരുമുളകൊക്കെ ഇട്ട് ഈ ടോമിൻ്റെ അമ്മ കറിവേപ്പിട്ട സ്ഥാനത്ത് ഈ അമ്മ ആര്യവേപ്പിൻ്റെ കുറച്ച് നീരങ്ങിടിച്ച് പിഴിഞ്ഞൊഴിച്ചു. ഈ വെജിറ്റബിൾ സാലഡിൽ ടോമിൻ്റെ അമ്മ കറിവേപ്പിട്ട സ്ഥാനത്ത് ഈ അമ്മ ആര്യവേപ്പിൻ്റെ കുറച്ച് നീരൊക്കെ ഇടിച്ച് പിഴിഞ്ഞൊഴിച്ചിട്ട് ഈ പ്ലേറ്റൊക്കെ 2 തട്ടൊക്കെ തട്ടി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചു. അമ്മ ഇപ്പുറത്തിരുന്നു, ജിം അപ്പുറത്തിരുന്നു. എങ്ങനെ ഇരിക്കും മക്കളെ? ഒരു പീസ് എടുത്ത് നാവേൽ വെച്ചാൽ വല്ലാണ്ട് കയ്പ്, അവനത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. 2ാമത്തെ പീസ് എടുത്ത് നാവേൽ വെച്ചു, വല്ലാണ്ട് കയ്പ്, പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. 3ാമത്തെ പീസ് എടുത്ത് വെച്ചു, അവന് സഹി കെട്ടിട്ട് അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് വല്ലാണ്ട് കഴിക്കുന്നില്ല അമ്മേ, എന്ത് പറ്റി? ഈ കായ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? അമ്മ വരുന്ന പറമ്പേന്ന് പറിച്ചാണ്. അത് നമ്മുടെ കാശാണോ? നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിയതാണോ? അല്ല. അത് നമ്മുടെ പറമ്പാണോ? അല്ല. അപ്പോൾ എന്താ ചെയ്ത് എൻ്റെ മോൻ കട്ടിട്ട് വന്നതാണ്. മോഷ്ടിക്കുന്ന വസ്തു കഴിക്കും. ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് വെജിറ്റബിൾ സാലഡ് എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. കട്ട് ചെയ്യാതെ വെച്ചിരുന്ന കായ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് അമ്മയുടെ തല കൈ വെച്ചിട്ട് പ്രോമിസ് ചെയ്തു, അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകുന്നില്ല. അവരുടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഈ പറമ്പിന്റെ സൈഡിൽ എത്തിയപ്പോൾ 2 ബാഗ് എടുത്ത് നമ്മുടെ ടോം കാണിക്കുന്നു. 2 ബാഗ് എടുത്ത് കാണിക്കുന്നു. ഒന്ന് അവന്റെ പുസ്തക സഞ്ചി, 2ാമത്തത് കുറച്ചധികം കായ പറിക്കണം. ഇന്ന് ടോമിനോട് പറഞ്ഞു, എൻ്റെ കായ വല്ലാണ്ട് കയ്പായിരുന്നു. മാത്രമല്ല ഞാൻ അമ്മയുടെ തലേ കൈ വെച്ച് പ്രോമിസ് ചെയ്തിട്ട് വന്നേ, അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല. ഈ ചെക്കൻ എന്ത് ചെയ്യുന്നറിയോ, ഈ ടോം എന്ത് ചെയ്യുന്നറിയോ, ടോം ജിമ്മിനെ ബലമായി പിടിച്ചങ്ങോട്ട് വലിച്ചു. ജിമ്മിൽ പോകാൻ തയ്യാറായില്ല. നമ്മൾ പ്രായോഗിക ജീവിതം വരുമ്പോൾ സെൻ നോ പറയാൻ എത്ര ചങ്കായിക്കോട്ടെ സെൻ നോ, അതെ ഇല്ല ഉവ്വ് എന്ന് പറയാനുള്ള ആർജവം കാണിക്കുകയാണ് വിദ്യാഭ്യാസം എന്നാൽ.